വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിലവിലെ എംഎൽഎ ആന്റണി രാജുവിനെ തന്നെ വീണ്ടും കളത്തിലിറക്കാൻ ഇടതുമുന്നണിയിൽ ധാരണ. തീരദേശ മേഖലയിലെ വോട്ടുകൾ ആന്റണി രാജുവിനൊപ്പം നിൽക്കുമെന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് CPM-നെ ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. തൊണ്ടിമുതൽ കേസിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള അനുകൂല വിധി ഉണ്ടായാൽ ആന്റണി രാജു തന്നെയാകും ഇടതുമുന്നണി സ്ഥാനാർത്ഥി. തൊണ്ടിമുതൽ തിരിമറി കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു നൽകിയ അപ്പീൽ പരിഗണിക്കവേ പ്രോസിക്യൂഷനോട് നിർണായക ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. ഇത് ആന്റണി രാജുവിന് വലിയ ആശ്വാസമായി കരുതപ്പെടുന്നു. തൊണ്ടിമുതലിൽ മാറ്റം വരുത്തിയത് ആരാണെന്നതിൽ വ്യക്തത വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഒരു ജൂനിയർ അഭിഭാഷകൻ തന്റെ കക്ഷിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിനപ്പുറം ഇതിൽ എന്ത് കുറ്റകൃത്യമാണുള്ളതെന്നും കൃത്രിമം കാട്ടിയതിന് എന്ത് തെളിവുണ്ടെന്നും കോടതി ആരാഞ്ഞു. പ്രോസിക്യൂഷൻ മറുപടി നൽകാൻ സാവകാശം നേടിയതിനെ തുടർന്ന് അപ്പീലിൽ ഉത്തരവ് പറയുന്നത് കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി. നേരത്തെ കേസിൽ തിരിച്ചടി നേരിട്ടാൽ തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് തന്നെ നൽകാൻ തീരുമാനമായി. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കില്ല, പകരം ജനാധിപത്യ കേരള കോൺഗ്രസിന് തന്നെ നൽകും. തീരദേശ വോട്ടുകളിൽ ആന്റണി രാജുവിനുള്ള സ്വാധീനം ഇടതുമുന്നണിക്ക് ഗുണകരമാകുമെന്ന് മുന്നണി വിലയിരുത്തുന്നു. കോടതി ശിക്ഷ മരവിപ്പിച്ചാൽ ആന്റണി രാജുവിന്റെ അയോഗ്യത നീങ്ങുകയും മത്സരിക്കാൻ വഴി തെളിയുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിയമക്കുരുക്കുകൾ മറികടന്ന ആന്റണി രാജു വീണ്ടും ജനവിധി തേടുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിക്കാൻ ഹൈക്കോടതി തയ്യാറായാൽ തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആന്റണി രാജു തന്നെയാകും. ഇനി ആന്റണി രാജു മാറി നിൽക്കാൻ തയ്യാറായാലും സ്ഥാനാർത്ഥിയെ ആന്റണി രാജു തന്നെ തീരുമാനിക്കും.